വേണ്ടിയിട്ട് ഞാനിന്ന് സൗഹൃദ സംഭാഷണത്തിൽ എത്തിയിരിക്കുന്നത് ഒരു സെൻറ്റ് ഫ്രാൻസിസ് കപ്പൂച്ചിൻ ആശ്രമത്തിലാണ്. അപ്പോൾ നിങ്ങൾക്കെന്നല്ല ലോകം മുഴുവൻ പരിചയമുള്ള എല്ലാവരും അറിയപ്പെടുന്ന കാപ്പിപ്പൊടി അച്ഛൻ എന്ന അപരനാമത്തിൽ കൂടി അറിയപ്പെടുന്ന ഫാദർ ജോസഫ് പുത്തമ്പരത്തിയായിട്ട് ഒരു സൗഹൃദ സംഭാഷണം എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം പോലെ തന്നെ അച്ഛനോട് കാര്യങ്ങൾ നേരിട്ടങ്ങ് ചോദിക്കാം. അച്ഛൻ ആദ്യമായിട്ട് അറിയേണ്ടത് ഈ കപ്പൂച്ചിൻ ആശ്രമം ഒഴുവൂര് തുടങ്ങിയിട്ട് പ്രവർത്തനം ആരംഭിച്ചത് എത്ര വർഷമായിട്ടാണ്? ഇത് 1998 ഡിസംബർ 27-നാണ് ഇതിൻ്റെ ആരംഭം. അപ്പോൾ ഇതിൻ്റെ കുന്നശ്ശേരി പിതാവിൻ്റെ താല്പര്യപ്രകാരമാണ് ഒഴുവിൻ്റെത് ആരംഭിച്ചത്. ബഹുമാനപ്പെട്ട സ്റ്റീഫൻ ജയരാജ് പൂർണ്ണബന്ധന അച്ഛൻ്റേതായ ഒരു ഇടപെടലും ഈ സ്ഥലം കിട്ടാനിടയായി. ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ പ്രവർത്തിച്ചത് മുഴുവൻ ബഹുമാനപ്പെട്ട സ്റ്റീഫൻ കുഞ്ഞാനി അച്ഛനാണ്. 1998 ഡിസംബർ 27 മുതൽ അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ശ്രമത്തിലാണ് അച്ഛനാണ് എല്ലാ നേറ്റീവ്സായിട്ട് മുഴുവൻ ശില്പി എന്ന് പറയാവുന്ന ആൾ. കോയിത്തറ ചിന്നമ്മച്ചേടത്തി എന്നയാളുടെ ഒരു വലിയ ഔദാര്യം ഒത്തിരി ഫ്രീ ആയിട്ട് ഈ സ്ഥലം കിട്ടാനായിട്ട് ഇടയായി. ചെറിയൊരു മുടക്കിൽ 2.5 ഏക്കറോളം സ്ഥലം കിട്ടാൻ കാരണം കോയിത്തറ ചിന്നമ്മച്ചേടത്തിയാണ്. ആ സൗകര്യം മരണം മൂലം ദൈവസന്നിധിയിലാണ്. ഇതാണ് ഇവിടുത്തെ പശ്ചാത്തലം. ഇവിടെ ഒരു കപ്പൂച്ചിൻ സാന്നിധ്യം വേണമെന്ന് പിതാവിന് ആഗ്രഹമുണ്ടായിരുന്നു. ഞങ്ങൾ പല സ്ഥലത്ത് നോക്കിയതാണ്. പുറങ്ങാണ്ട് പോകുന്ന വഴി നോക്കി പലയിടത്ത് നോക്കി. അപ്പം പറഞ്ഞു കോട്ടയം അതിരൂപതയിൽ പാറത്തോട് ഈ ഭാഗത്തായിട്ട് വേണം നിങ്ങൾ ആരംഭിക്കാമെന്ന് പിതാവ് പറഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇവിടെ തന്നെ ഈ ആശ്രമം ആരംഭിക്കാൻ ഇടയായത്. ഇനി നമുക്ക് അച്ഛൻ്റെ കുടുംബ പശ്ചാത്തലം ചെറുതായിട്ടൊന്ന് എല്ലാവർക്കും അറിയാം, എന്നാലും ജസ്റ്റ് ഒന്ന് വിവരിക്കുന്നുണ്ടായിരിക്കും. എൻ്റെ വീട് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനടുത്ത് വലിയ തോവാളയാണ്. ഞാൻ, അപ്പനമ്മ, ഒരു ജ്യേഷ്ഠൻ, 2 സഹോദരിമാരും ഒരു സഹോദരനും അകാലത്തിൽ മരിച്ചു പോയിരുന്നു. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഒരു കാർഷിക കുടുംബമാണ്. PDGക്ക് ശേഷം ഞാൻ കപ്പൂച്ചിൻ സഭയിൽ ചേർന്നു. ജ്യേഷ്ഠനും ഭാര്യയും 3 മക്കളും. ജ്യേഷ്ഠൻ്റെ മകനും അച്ഛനാണ്. 1993 ഡിസംബർ 26-നാണ് എനിക്ക് പട്ടം കിട്ടിയത്. അപ്പം കുന്നശ്ശേരി പിതാവിൻ്റെ താല്പര്യപ്രകാരം ആദ്യമായിട്ട് ജ്ഞാനായക്കാരൻ അല്ലാത്ത ഒരാളെ ഒഴുവൂർ പള്ളിയിൽ അസിസ്റ്റൻ്റായിട്ട് അപ്പം ആശ്രമം വരുന്നതിന് മുമ്പ് അച്ഛൻ ഒഴുവൂർ ഞാൻ 94 ജനുവരി മുതൽ ജൂൺ വരെ ഇവിടെയായിരുന്നു. ബഹുമാനപ്പെട്ട ചേത്തലിൻ്റെ അച്ഛൻ്റെ അസിസ്റ്റൻ്റായിരുന്നു. അങ്ങനെയാണ് ഒഴുവൂരുമായുള്ള ആദ്യത്തെ ബന്ധം. അതിനുശേഷമാണ് ഈ സ്ഥലം മേടിക്കുന്നതും മറ്റ് ആശ്രമം പണിയുന്നതുമെല്ലാം. നമുക്ക് കഴിഞ്ഞ 33 വർഷമായിട്ട് പറയുകയാണെങ്കിൽ 32 വർഷമായിട്ട് ഒഴുവൂരുമായി നിരന്തര ബന്ധത്തിലാണ്. ഇവിടുത്തെ ആത്മീയ സാമൂഹിക കാര്യങ്ങളൊക്കെ ഇടപെടാനും പ്രവർത്തിക്കാനും ദൈവം അവസരം തന്നിട്ടുണ്ട്. ഇത്രയും ഒരു നാടുമായി ബന്ധമുള്ള ഒരു വൈദികനും കാണുകയല്ല. കാരണം ഓരോ സ്ഥലമാറ്റവും കഴിഞ്ഞ് വീണ്ടും വരുന്നത് ഒഴുവൂരിലാണ്. അങ്ങനെ 3-4 പ്രാവശ്യം ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടുന്ന് എന്തെങ്കിലും മറ്റു ഓഫീസുമായിട്ടാണ് തിരിച്ചു പോകുന്നത് പതിവ്. അതാണ് ഒഴുവൂരുമായത് ഒരു വലിയൊരു ആത്മീയ ബന്ധം. ഒഴുവൂരെ സംബന്ധിച്ചോളം നമുക്കറിയാം, ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ രാഷ്ട്രപതി KR നാരായണൻ, അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫസർ സണ്ണി തോമസ്, PG ലൂക്കോസ് സാറ്, അങ്ങനെ വ്യക്തികളെയൊക്കെ നമുക്കറിയാം. പക്ഷേ ഇപ്പോഴാണെങ്കിലും നമ്മൾ ഈ അച്ഛൻ്റെ എന്തെങ്കിലും കാര്യം പറയുമ്പം ഫാദർ ജോസഫ് പുത്തമ്പുരയ്ക്കൽ ഒഴുവൂര് നമ്മുടെ ആശ്രമത്തിലാണെന്ന് അറിയുമ്പോൾ തന്നെ ആൾക്കാരുടെ മുഖത്ത് കാണുന്നൊരു ഭാവമായിട്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കും. അപ്പോൾ അത്രയും ആൾക്കാർ അച്ഛനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഒഴുവൂർക്കാരുടെ ഒരു ഭാഗ്യം എന്ന് നമ്മൾ പറയാം. ഇത്രയും വർഷക്കാലം നമ്മൾ ഒഴുവൂര് തന്നെ അച്ഛനെ കിട്ടുക എന്നുള്ളൂ. അച്ഛാ, ഇനിയിപ്പോൾ നമുക്ക് ഒഴുവൂരക്കാരെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ ഈ 94-ൽ ഒരു 6 മാസക്കാലം അസിസ്റ്റൻ്റായിട്ട് ഇരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ് ഇവിടുത്തെ കുടുംബനാഥന്മാരുടെ നാടുകൾ. അതുകൊണ്ട് എല്ലാവിധ സഹകരണവും ആശ്രമമായിട്ടുണ്ട്. ലോകത്ത് എവിടെ ചെന്നാലും ഒഴുവൂരുകാരുടെ സാന്നിധ്യമുണ്ട്. പർദീസായിന്ന് മനുഷ്യൻ പുറത്തു പോയപ്പോൾ അത് അല്പം മണ്ണും കൊണ്ട് പോയെന്ന് പറയും. എവിടെ പോയാലും പർദീസ ഉണ്ടാക്കാൻ ഒഴുവൂരുകാരെവിടെ ചെന്നാലും ഒരു ഒഴുവൂരിൻ്റെ പാരമ്പര്യം സൂക്ഷിക്കും. ചിക്കാഗോയിൽ ഞങ്ങൾ ഒഴുവൂർ പിക്നിക് ഉണ്ടായിരുന്നു. UK കണ്ടിരുന്നു ഒഴുവൂർ സംഗമം ഉണ്ടായിരുന്നു. എവിടെയും ഒരു ഒഴുവൂരിൻ്റെ ആ ഒരു സ്നേഹബന്ധമാണ്. ഞാനും എൻ്റെ ഒഴുവൂരിൽ വളരാൻ്റെ പ്രധാന കാരണം ഒഴുവൂരിലെ ആരംഭമാണ്. നല്ല പഠിത്തമുള്ളവരും ശുദ്ധരാമേണരും എല്ലാവരും ഇടകലർന്ന ഒരു അന്തരീക്ഷം. നഗരത്തിൻ്റെ നാട്യമില്ല, ഗ്രാമത്തിൻ്റെ നൈർമല്യമുണ്ട്, എല്ലാം കൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഒഴുവൂർ എനിക്കെന്നും ഒരു ഇഷ്ട സ്ഥലമാണ്. അപ്പനമ്മമാരെ പെടുന്നവരുണ്ട്, സഹോദരന്മാരെ പെടുന്നവരുണ്ട്. ഒഴുവൂര് ഒരുപാട് ഇഷ്ടം. നല്ല രാഷ്ട്രീയ നേതാക്കന്മാർ വളർന്നു വന്ന മണ്ണാണിത്. അങ്ങനെ ഒഴുവൂരിൻ്റെ പേരുണ്ട്. പിന്നെ സമൂഹത്തിൽ കോട്ടയം അതിരൂപതയ്ക്കകത്ത് എടുക്കാനും ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. അതുകൊണ്ടാണ് ഒരു പ്രോഗ്രാം ഒഴുവൂരിൽ തന്നെ വെക്കാൻ ഞാൻ മുൻകൈ എടുത്തു.
അതാണ് ഒക്ടോബർ 24, 5000 ആൾക്കാർ ഒരുമിച്ച് കൂടുന്നു. ഡാനിയൽ മോൾട്ടസിനൊരു ധ്യാനം വരും. എന്തിനു വേണ്ടി സഹകരിക്കാൻ ആൾക്കാരുണ്ട്. ഏതിനും പള്ളിയിൽ നിന്നല്ലാതെ ക്ഷേത്രം ആരും ആയിക്കോട്ടെ, നാട്ടിലൊരു സഹകരണ മനോഭാവം ഉഴുവൂരുണ്ട്. അതുകൊണ്ടാണ് ഉഴുവൂരിനോട് ഉഴുവൂരത്ത് നിന്ന് എനിക്ക് ഒത്തിരി തൃപ്തിയും സന്തോഷവും തോന്നാൻ കാരണം. ഒഴിവുകാരെ കുറിച്ച് ഇത്രയും നല്ല വാക്കുകൾ പറഞ്ഞാൽ ഒത്തിരി സന്തോഷം തന്നെ. ഒഴിവുകാർക്ക് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇതൊരു വലിയൊരു അഭിമാനമാണ്. ഒഴിവുകാരെ കുറിച്ച് അച്ഛൻ ഇത്ര നന്നായിട്ട് പറയാന്നുള്ളത്. എല്ലാവരെ കുറിച്ച് എല്ലാ നാട്ടുകാർക്കും അച്ഛന് ഇഷ്ടമാണ്. ഇവിടെയാണല്ലോ നമ്മുടെ ആരംഭം ഇവിടെ കൂടുതൽ താല്പര്യമുണ്ട്. പള്ളിയും നമുക്കൊരു ഒത്തിരി വൈകാരിക ബന്ധം ഈ നാടുമായിട്ടുണ്ട്. പിന്നെ അച്ഛനെ സംബന്ധിച്ചുള്ള അച്ഛന്റെ പാസ്പോർട്ട് ഇനി അടിക്കാൻ സ്ഥലമൊന്നും കാണിയല്ലോ. അച്ഛൻ പോകാത്ത രാജ്യങ്ങളും പോകാത്ത സ്ഥലങ്ങളും വളരെ കുറവായിരിക്കുമല്ലോ. 6 പാസ്പോർട്ടുകൾ തീർന്നു. 6 പാസ്പോർട്ട് തീർന്നു. എനിക്കത് ഇത്രയും ഭൂഖണ്ഡങ്ങൾ താണ്ടിയ വൈദികര് വളരെ തന്നെ കാണത്തില്ല. പലരും പോകുന്നതൊക്കെ വീണ്ടും ആവർത്തിച്ചു പോകും. പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തിപ്പോകും. അങ്ങനെ വിധി വരുന്നത്. ഈ നമ്മളിപ്പോ വേറെ ഏതെങ്കിലും സ്ഥലത്തുള്ള മുഴുവക്കാരൊക്കെ കാണുമല്ലോ ആ സ്ഥലം. അപ്പൊ അവര് അന്നേരം അച്ഛന് കാണുമ്പോ ഡിസംബറിൽ 2 വാരം പോകുന്നുണ്ട്. ചിക്കാഗോയിൽ 2 ധ്യാനം. നല്ല ശതമാനം ആൾക്കാർ ഉടുവരിയിൽ ഉള്ളവരാണ്. എവിടെ ചെന്നാലും ഗൾഫിൽ ചെന്നാലും ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ, നമ്മൾ അമേരിക്ക, UK എവിടെ ചെന്നാലും ഉടുവരുകാരുണ്ട്. അവർ ചെല്ലുമ്പം അവരുടെ അച്ഛനെ പോലെയാണ് എന്നെ പരിഗണിക്കലും കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെ ബന്ധം ഈ നാട്ടിൽ നന്നായിട്ട് പേരുണ്ട്. അച്ഛന് ഇനി അടുത്ത യാത്ര ഇനിയിപ്പോൾ അടുത്ത വിദേശത്തേക്കുള്ള യാത്ര ഡിസംബർ 8 മുതൽ 22 വരെ ചിക്കാഗോയിലെ നാനായ സമുദായത്തിൻ്റെ പള്ളികളിൽ 2 ധ്യാനങ്ങൾക്ക് പോകുന്നുണ്ട്. പിന്നെ മാർച്ച് 15 അയർലൻഡിൽ പോകും. മാറി ഇങ്ങനെ 2 or 3 ആഴ്ച വിട്ടു നിൽക്കുള്ളൂ. അതിവിടെ ഇഷ്ടംപോലെ പ്രോഗ്രാം. ഇവിടെ വന്നുകൊണ്ടാണ് ഈ ഒരുപാട് ചാനൽ പ്രോഗ്രാം വരാൻ കാരണം. എല്ലാവരും ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിപ്പം 10-12 ചാനൽ, ഏഷ്യാനെറ്റ്, മനോരമ, എല്ലാ ഫ്ലവേഴ്സ് ഈ മിറ്റവും ഈ ആൾക്കാർക്കും ഇഷ്ടമാണ്. ഒടുവിലെന്തിനും ഇഷ്ടമല്ല ഇതെല്ലാം പിടിക്കാനായിട്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കോവിഡ് കാലഘട്ടത്തിൽ വീട്ടിൽ നിന്നാൽ കാണാം. ഇവിടെ മിക്കവാറും ഒരാൾ പോയി കഴിയുമ്പോൾ അടുത്ത ഗ്രൂപ്പ്, അങ്ങനെ ഗ്രൂപ്പായിട്ട് ഞാൻ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ അച്ഛന് ഞാൻ പല വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ഭക്ഷണം എങ്ങനെയാ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോൾ ഈ ഭക്ഷണം എങ്ങനെയാ അച്ഛന് നമ്മുടെ നാട്ടിലെ തന്നെ അവിടെ ഉണ്ടാക്കി? നമ്മുടെ ആൾക്കാരുള്ളതുകൊണ്ട് അവിടെയും കിട്ടും പിടിയും കോഴിയാണ് അച്ഛന്റെ ഒരു സമുദായത്തിന്റെ രീതിയിൽ ഇത് ഉണ്ടാക്കി തരും. പിന്നെ നാടൻ ഭക്ഷണം ഇഷ്ടംപോലെ എടുക്കും. പിന്നെ വെറൈറ്റിക്ക് വേണ്ടി ഇവർ തന്നെ ഹോട്ടലിൽ കൊണ്ടുപോയി കഴിയും. നാടൻ ഭക്ഷണത്തിനാണ് താല്പര്യം. ഇടുക്കിക്കാരനായതുകൊണ്ട് എപ്പോഴും കപ്പ ഇടയ്ക്ക് പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഹോട്ടലിൽ അവർ തന്നെ കൊണ്ടുപോകും. വീട്ടുകാരോ അല്ലെ അച്ഛന്മാരോ. അച്ഛന് ഈ വിദേശ രാജ്യങ്ങളെ പോലെ തന്നെ കേരളത്തിൽ ഒട്ടുമുക്കാലും സ്ഥലങ്ങളിൽ പോകാത്ത സ്ഥലത്തിലെ എല്ലാ രൂപതകളുമായിട്ട് ബന്ധപ്പെട്ട് മുഴുവൻ രൂപ പോകാത്ത ഒരു സ്ഥലവും ഇല്ല. കാസർഗോഡ് മുതൽ കന്യാകുമാരി. അതുകൊണ്ടാണ് ഇത്രയും അച്ഛനെ ആകുന്നത്. പിന്നെ അച്ഛന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആത്മീയ കാര്യങ്ങൾ പറയുന്നതോട് കൂടി തന്നെ നമ്മളിപ്പോൾ ചില നേതാക്കന്മാർ ഒരു കാര്യം എന്തെങ്കിലും കാര്യം അവതരിപ്പിക്കുമ്പം അവർ കേരളത്തിൽ തുടങ്ങിയിട്ട് നേരെ ഉഗാണ്ടയ്ക്ക് നിൽക്കാതെ അങ്ങനെ പല രാജ്യങ്ങളിലേക്ക് പോകും. അച്ഛൻ പക്ഷേ ആ സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് യോജിച്ച് അപ്പം നമുക്ക് മനസ്സിലാകുന്ന രീതി, സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് അച്ഛൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് അച്ഛൻ ഇത്ര സ്വീകാര്യത വരുന്നത്. അത് പണ്ട് മുതലേ അച്ഛൻ ആ രീതിയാണോ അവലംബിക്കുന്നത്? എനിക്കൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായിരുന്നുണ്ട്. ആൾക്കാരുടെ പൾസറിയാം എങ്ങനെ പറഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കുമെന്ന് ആ രീതിയിൽ അങ്ങനെ ഒരു ശൈലി ഡെവലപ്പ് ചെയ്തെടുത്തു. ഇതിപ്പം പുസ്തകത്തിന് മാത്രമല്ല മറ്റു മതങ്ങളുമൊക്കെ മോട്ടിവേഷൻ നോക്കിനെ വിളിക്കാറുണ്ട്. അതിന് കാരണം ഈ ശൈലിയിലുള്ള ഒരു അവതരണം കൊണ്ടാണ് ഒരു അംഗീകാരം കിട്ടുന്നത്. പല വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരുടെ പരിപാടികൾക്ക് അച്ഛന് സജീവ സാന്നിധ്യമായിട്ട് നിൽക്കുന്ന പലപ്പോഴും കാണാറുണ്ട്. അത് ഈ ഒരു ശൈലിയുടെ പ്രത്യേകത ഉണ്ടായിരിക്കുമല്ലോ അവരങ്ങനെ. ഇപ്പോൾ നമ്മുടെ സിന്ധുമൂളമൊക്കെ പഞ്ചായത്തിലെ കാര്യങ്ങൾക്ക് എന്നെ വിളിക്കാറുണ്ട് പലരും. അത് മാറ്റുകളോ മറ്റ് ആൾക്കാരൊക്കെ വിളിക്കുമ്പോൾ അവിടെയും ഞാൻ പോയി പറയും. അപ്പോൾ അത് എല്ലാ ജാതിക്കാരും എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന ഒരു സിമ്പിൾ ശൈലി. ഏതായാലും ഇത്രയും നമ്മളെക്കുറിച്ച് വിശദമായ രീതിയിൽ സംസാരിക്കാൻ ഒത്തിരി നന്ദിയുണ്ട്. അച്ഛനെ ഇടയ്ക്കൊരു ദിവസമാണെന്നറിയാം. എന്നാലും ഗ്ലോബൽ ഒഴിവിന് വേണ്ടിയിട്ട് അച്ഛന് ഇത്രയും സമയം ഞങ്ങൾക്ക് തന്നില്ലേ. പിന്നെ ഗ്ലോബൽ ഒഴിവിന് വേണ്ടിയിട്ട് ഒഴിവുകാരോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയണമെങ്കിൽ അതേ ഉള്ളൂ. നമ്മളെ പുതിയ തലമുറ വരുമ്പം അവരുടെ ജീവിത ഒരു സ്ഥിരതയ്ക്കും നന്മയ്ക്കും വേണ്ടി വിദേശ എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് പോകും. ഇന്നത്തെ സാഹചര്യത്തിൽ പോകാതിരിക്കാൻ പറ്റിയല്ല. പോയാലും മക്കളെയും കൊച്ചുമക്കളെയൊക്കെ ഈ ഉഴുവൂരിൻ്റെ മണ്ണിൽ കൊണ്ടുവരണം. ഉഴുവൂർ ദേവാലയത്തിലേക്ക് വരുന്നവർ അങ്ങനെ മറ്റ് രീതികളിൽ അങ്ങനെ എവിടെയാണെങ്കിലും ഈ മണ്ണിനെ മറക്കാതിരിക്കുക. ഇത് നമുക്ക് ജീവൻ്റെ മൂല്യം തന്ന ഒരു നാടാണ്. ആ നാടിൻ്റെ നന്മ കളയാതെ സൂക്ഷിക്കുക.
നാടിനെ സ്നേഹിക്കുക, നാടിൻ്റെ ഭാഗമായിരിക്കുക. എവിടെ ചെന്നാലും ഉഴവൂരെന്ന് പറയുമ്പം ഇവിടെ ജനിച്ചു വളർന്നവർക്കും ഈ നാടുമായി ബന്ധപ്പെട്ടവർക്കും ഒരു അഭിമാന ബോധം ഉള്ളിൽ കളയാതെ സൂക്ഷിക്കുക. നന്ദി സാർ. താങ്ക് യു.